ഇന്ത്യക്ക് സംഭവിച്ച നികത്താനാകാത്ത നഷ്ടമാണ് നളന്ദ യൂണിവേഴ്സിറ്റി. ഈ ഭൂമിയിലെ തന്നെ ദ ഗ്രേറ്റസ്റ്റ് യൂണിവേഴ്സിറ്റി എന്ന് കൂടി അറിയപ്പെട്ട സ്ഥലമായിരുന്നു അത്. ആയിരമോ പതിനായിരങ്ങളോ അല്ല, ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്ന ലൈബ്രറികൾ, 2000-ഓളം അധ്യാപകർ, 10,000-ഓളം സ്റ്റുഡൻസിനെ ബുദ്ധമതം, ഗണിതം, വൈദ്യശാസ്ത്രം, ആയുർവേദം, ജ്യോതിശാസ്ത്രം, സംസ്കൃതം, തത്വചിന്ത ഇവയൊക്കെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിദ്യാനഗരം എന്ന് തന്നെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു അത്. ഇന്നത്തെ ബീഹാറിൽ ഗുപ്ത ചക്രവർത്തിയുടെ കാലത്തായിരുന്നു ഈ ഒരു സർവകലാശാല നിർമ്മിച്ചത്. എന്നാൽ 1193 ബക്തിയാർ ഖിൽജിയും സൈന്യവും വന്ന് കത്തി നശിപ്പിച്ചത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും മൂല്യമായിട്ടുള്ള അറിവുകൾ മാത്രമായിരുന്നില്ല. നമ്മുടെ ഇന്ത്യയുടെ പേര് ഈ ലോകം മുഴുവൻ വാനോളം ഉയർത്തേണ്ട ഒരു സ്ഥലം കൂടിയാണ്. അന്ന് നളന്ദയിൽ പടർന്ന ആ തീ അണയാൻ പോലും മാസങ്ങളോളം എടുത്തു എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു സംഭവത്തിൽ ഒരുപാട് സന്യാസിമാർക്ക് അവരുടെ ജീവൻ വരെ നഷ്ടമാകുന്നുണ്ട്. ഈ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശനം നേടാൻ അന്നേ വളരെ കഠിനമായിട്ടുള്ള പ്രവേശന പരീക്ഷകൾ വരെ ഉണ്ടായിരുന്നു. ചൈന, കൊറിയ, ജപ്പാൻ, ടിബറ്റ്, ശ്രീലങ്ക അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ വരെ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠനത്തിനായി വരുമായിരുന്നു. ഒരുപക്ഷെ ഇന്നും നളന്ദ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയുടെ മുഖമുദ്ര തന്നെ മാറിയേനെ. നമ്മുടെ ഭാരതത്തിന്റെ പുരാതന പാരമ്പര്യം പുനരുജ്ജീവിപ്പിക്കുവാൻ നളന്ദ യൂണിവേഴ്സിറ്റി വീണ്ടും പണിതിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ദ്രോഹം ചെയ്ത ആ ചക്രവർത്തിയുടെ പേരിൽ ഇന്നും ഇന്ത്യയിൽ ഒരു സ്ഥലമുണ്ടെന്നുള്ളതാണ് വാസ്തവം.